വാർത്തയിൽ നിന്ന് ആരംഭിക്കുന്നു തലക്കെട്ടുകൾ. ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണക്കടത്ത് ചർച്ച സജീവമാകുന്നു. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ CPM അന്വേഷണ ഏജൻസികൾ കണ്ടെത്താത്ത കാര്യമാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്ന് AK ബാലൻ. CPM-ഉം BJP-യും തമ്മിൽ അന്തർധാരയെന്ന് കോൺഗ്രസ്. മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് MM ഹസൻ. ഗ്യാൻവാപിയും ഈദ്ഗാഹ് പള്ളിയും ഹിന്ദുക്കൾക്ക് വിട്ടുനൽകണമെന്ന KK മുഹമ്മദിന്റെ പരാമർശം ചർച്ചയാകുന്നു. ഗ്യാൻവാപിയും മഥുര ഈദ്ഗാഹും അയോധ്യയ്ക്ക് തുല്യമെന്ന് KK മുഹമ്മദ്. പള്ളികൾ വിട്ടുനൽകണമെന്ന് പറയുന്നത് ശരിയല്ലെന്ന് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ. ഈദ്ഗാഹ് പള്ളി കൃഷ്ണജന്മഭൂമിയായി പ്രഖ്യാപിക്കണമെന്ന ഹർജി തള്ളി സുപ്രീം കോടതി. സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന ആയുധമാക്കി ജോസഫ് വിഭാഗം. കേരള കോൺഗ്രസ് LDF-ൽ ഭയന്നു നിൽക്കുന്നതായി മോൻസ് ജോസഫ്. ജോസ് ഉരുണ്ട് കളിക്കുന്നതായി ആക്ഷേപം. LDF-ൽ എല്ലാം ചർച്ച ചെയ്യുമെന്ന് ജോസ്. സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. കോഴിക്കോടും കണ്ണൂരും ഒപ്പത്തിനൊപ്പം. സൗണ്ട് സിസ്റ്റത്തിൽ അപാകത. നാടൻപാട്ടുവേദിയിൽ പ്രതിഷേധം. BJP-യിൽ ചേർന്ന വൈദികനെതിരെ ഓർത്തഡോക്സ് സഭ നടപടി. ഫാദർ ഷൈജു കുര്യനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി. ഷൈജുവിനെതിരായ പരാതി അന്വേഷിക്കാൻ ശുപാർശ. തീരുമാനം ഭദ്രാസന കൗൺസിലിൽ. തിരുവനന്തപുരം തിരുവല്ലം കസ്റ്റഡി മരണത്തിൽ പ്രോസിക്യൂഷൻ അനുമതി തേടി CBI. നീക്കം 3 ഉദ്യോഗസ്ഥർക്കെതിരെ. ഗോവയിൽ കോട്ടയം സ്വദേശി മരിച്ചത് മർദ്ദനമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നിയമപോരാട്ടത്തിന് കുടുംബം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അയോധ്യയ്ക്കൊപ്പം കാശിയിലെ ഗ്യാൻവാപിയും മഥുരയിലെ ഷാഹി ഈദ്ഗാഹ് പള്ളിയും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടുനൽകണമെന്ന് KK മുഹമ്മദ്. ഗ്യാൻവാപിയും ഷാഹി ഈദ്ഗാഹും അയോധ്യയ്ക്ക് തുല്യം. രാമജന്മഭൂമി പോലെ പ്രാധാന്യമുള്ളതാണ് കൃഷ്ണജന്മഭൂമിയും. താൻ RSSകാരനോ BJP-കാരനോ അല്ലെന്നും KK മുഹമ്മദ് ന്യൂസ് 18-നോട് പറഞ്ഞു. ഇത് പ്രവണതയായി മാറാൻ പാടില്ല. പക്ഷേ അതിന് ചില കർത്തവ്യം മുസ്ലിങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ടാകണം. ഈ 3 സ്ഥലങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. കൃഷ്ണൻ്റെ ജന്മസ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കയും മദീനയും പോലെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ശിവൻ്റെ സ്ഥാനം ഗ്യാൻവാപി. കാരണം ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ എത്രയോ കാലങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. ഈ 3 സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാവണം. ആ തയ്യാറായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഹിന്ദുക്കൾ മുന്നോട്ട് വരും. ആ തമ്മിലുള്ള മുസ്ലിമും ഹിന്ദുവും തമ്മിലുള്ള ഈ വിടവ് നികത്താനുള്ള ഒരു സുവർണ അവസരമാണിത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ വില്ലിംഗ്ലി ഈ സ്ഥലങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്, ഹിന്ദു സമുദായത്തിന് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷനിൽ അവർ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം KK മുഹമ്മദിന്റെ ഈ പരാമർശം ചർച്ചയാവുകയാണ്. ന്യൂസ് 18-നാണ് KK മുഹമ്മദ് അഭിമുഖം തന്നത്. ഇരു പള്ളികളും അയോധ്യയ്ക്ക് തുല്യമാണെന്നായിരുന്നു KK മുഹമ്മദിന്റെ വാദം. താൻ RSSകാരനോ BJP-കാരനോ അല്ലെന്ന് പറഞ്ഞായിരുന്നു KK മുഹമ്മദിന്റെ പരാമർശം. സമാധാനത്തിന്റെ ഭൂമിയിലാണ് പള്ളികൾ പണിയേണ്ടതെന്നായിരുന്നു ചരിത്രകാരൻ CI ഐസക് ഇതിനോട് പ്രതികരിച്ചത്. ഈദ്ഗാഹ് പള്ളിയും ഹിന്ദുക്കൾക്കും വിട്ടു നൽകണമെന്ന KK മുഹമ്മദിന്റെ പരാമർശമാണ് ഇത്തരത്തിൽ ചർച്ചയായത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യം കുറച്ചുകൂടി ചർച്ചയാകുന്ന പശ്ചാത്തലമുണ്ട്. നിരവധി ആളുകൾ ഇതിനോട് പ്രതികരിച്ചു. കൃഷ്ണൻ്റെ ജന്മസ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കയും മദീനയും പോലെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ശിവൻ്റെ സ്ഥാനം ഗ്യാൻവാപി. കാരണം ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ എത്രയോ കാലങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. ഈ 3 സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാവണം. താൻ RSSകാരനോ BJP-കാരനോ അല്ലെന്ന് പറഞ്ഞായിരുന്നു KK മുഹമ്മദിന്റെ പരാമർശം. സമാധാനത്തിന്റെ ഭൂമിയിലാണ് പള്ളികൾ പണിയേണ്ടതെന്നായിരുന്നു ചരിത്രകാരൻ CI ഐസക് ഇതിനോട് പ്രതികരിച്ചത്. ചരിത്രത്തോട് നീതി ചെയ്യുന്നതും
ഒരു സെക്കുലർ സൊസൈറ്റിയിൽ മറ്റു മതങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുകയും ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. ഗ്യാൻവാബി മസ്ജിദിന്റെ പുറകുവശത്ത് ക്ഷേത്രത്തിന്റെ തൂണുകൾ ഇപ്പോഴുമുണ്ടെന്ന് വലതു നിരീക്ഷകൻ ഷാബു പ്രസാദ് ചൂണ്ടിക്കാട്ടി. അയോധ്യയ്ക്കൊപ്പം RSS ഉന്നയിച്ച ആവശ്യമാണ് ഗ്യാൻവാബിയും ഷാഹി ഈദ്ഗാഹ് പള്ളിയുമെന്നും അദ്ദേഹം പറഞ്ഞു. അയോധ്യ, മധുര, കാശി ഈ മൂന്ന് സ്ഥാനങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണം എന്ന നിലപാട് ഈ അയോധ്യ വിധിക്ക് ശേഷമോ ഇപ്പോഴോ ഉണ്ടായതല്ല. അത് അന്ന് അയോധ്യ രാമജന്മഭൂമി പ്രക്ഷോഭം തുടങ്ങിയ കാലത്ത് തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞതാണത്. ഈ മൂന്ന് ക്ഷേത്രസ്ഥാനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കുക തന്നെ വേണം. അതേസമയം ചരിത്രം വളച്ചൊടിച്ച് പള്ളി വിട്ടുകൊടുക്കണമെന്ന് പറയുന്നത് ശരിയല്ലെന്ന് ചരിത്രകാരൻ അബ്ദുസമദ് പൂക്കോട്ടൂർ ചൂണ്ടിക്കാട്ടി. നമ്മുടെ രാജ്യത്ത് സൗഹൃദവും സമാധാനവും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സൗഹൃദം കാത്തു സൂക്ഷിക്കേണ്ടത് അവരുടെ മാത്രം ബാധ്യതയല്ല, രാജ്യത്തെ എല്ലാ ജനവിഭാഗത്തിന്റെയും ബാധ്യതയാണ്. അവകാശങ്ങൾ വിട്ടുകൊടുക്കുകയും നിരന്തരം തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു സമൂഹം ഇതെല്ലാം സഹിക്കണം, അങ്ങനെ മാത്രമേ സമാധാനം ഉണ്ടാകാവൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഫാസിസ്റ്റ് ശൈലിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KK മുഹമ്മദിന്റെ പരാമർശത്തിനെതിരെ ഇടത് ചരിത്രകാരൻ KN ഗണേശ് രംഗത്ത് വന്നു. കോടതികൾ മാത്രമല്ല ചരിത്രത്തെ കണ്ടെത്തേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതുമെന്നും പലതും വളച്ചൊടിക്കപ്പെടുന്നുണ്ടെന്നും KN ഗണേശ് പറഞ്ഞു. ഈ ആസ്തിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പ്രൊപ്രൈറ്ററി റൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വാദിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് അത് യഥാർത്ഥത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കലാണ്, അതിൻ്റെ അനാവശ്യമായിട്ടുള്ളൊരു എക്സ്റ്റൻഷനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, News 18. മധുരയിലെ ക്ഷേത്രത്തിന് സമീപമുള്ള ഈദ്ഗാഹ് പള്ളിയിൽ സർവേ നടത്തണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. പുരാവസ്തു വകുപ്പ് സർവേ നടത്തണമെന്നായിരുന്നു ആവശ്യം. പള്ളി പൊളിക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരം ഹർജിയുമായി വരരുതെന്ന് സുപ്രീം കോടതി ഹർജിക്കാരന് മുന്നറിയിപ്പും നൽകി. അയോധ്യ വിധി കോടതിയുടെ വിധിയാകണമെന്ന് 5-അംഗ ബെഞ്ച് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതായി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അയോധ്യയിലെ സംഘർഷങ്ങളും വ്യത്യസ്ത വീക്ഷണങ്ങളും ചരിത്രവും പരിഗണിച്ചാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് താനടങ്ങുന്ന ബെഞ്ച് എത്തിയതെന്നും PTIക്ക് അനുവദിച്ച അഭിമുഖത്തിൽ പറയുന്നു. When the 5-judge bench sat to deliberate on the judgment, as we all do before a judgment is pronounced, we all decided unanimously that this will be a judgment of the court, and therefore there was no authorship ascribed to an individual judge. The case had a long history of conflict, of diverse viewpoints, based on the history of the nation, and all of us who were part of the bench decided that this will be a judgment of the court. The court will speak through one voice, and the idea of doing so was to send a clear message that all of us stood together. കൊളീജിയം സംവിധാനത്തിന് തള്ളാതെ ചീഫ് ജസ്റ്റിസ് 1993 മുതലുള്ള സംവിധാനത്തിന് പോരായ്മകൾ ഉണ്ടെങ്കിലും അത് തുടരുന്നതിനെ അനുകൂലിക്കുന്നുവെന്ന് പറയാതെ പറയുകയാണ് ചീഫ് ജസ്റ്റിസ്. കൊളീജിയം സംവിധാനത്തിന് കൂടുതൽ സുതാര്യത കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും യോഗങ്ങളും തീരുമാനങ്ങളും വെബ്സൈറ്റിൽ നൽകുന്നത് അതിന്റെ ഭാഗമാണെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വ്യക്തമാക്കി. We have the collegium system for the appointment of judges, which has been now a part of our jurisprudence since 1993, and therefore that is the system which we implement. But having said that, it is equally our duty as present members of the collegium system to make it more transparent, to make it more objective, and we have taken steps, decisive steps in that regard, which I'd like to share with you. One of the steps which we took was to ensure that all resolutions of the collegium are put on the internet, which are put on the website of the Supreme Court, so that people know the decisions that we take, and that promotes a great deal of transparency. മറ്റൊരു വാർത്തയിലേക്ക്. പ്രധാനമന്ത്രിയുടെ പരാമർശത്തോടെ ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നു. 3 കേന്ദ്ര ഏജൻസികൾ കുറ്റപത്രം നൽകിയിട്ടും കണ്ടുപിടിക്കാത്ത കാര്യമാണ് മോദി വെളിപ്പെടുത്തിയതെന്നും അന്വേഷണ ഏജൻസികൾ മുൻപാകെ പ്രധാനമന്ത്രി തെളിവ് നൽകണമെന്നും CPM ആവശ്യപ്പെട്ടു. ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും CPM-ഉം BJP-യും തമ്മിൽ അന്തർധാരയുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു. VV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട്.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയം സ്വർണ്ണക്കടത്ത് കേസായിരുന്നു. സർക്കാരിന്റെ വലിയ ആയുധമായാണത് പ്രതിപക്ഷവും BJPയും ഉപയോഗിച്ചത്. പക്ഷേ അത് സർക്കാർ വിലയിരുത്തിയത് സർക്കാരിന്റെ തുടർഭരണം വന്നതോടുകൂടി കേസെല്ലാം അവസാനിക്കുന്നു, ജനങ്ങൾ പൂർണ്ണമായും ആരോപണങ്ങൾ തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും സ്വർണ്ണക്കടത്ത് വിവാദം സംസ്ഥാനത്ത് സജീവ ചർച്ചയാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നടത്തിയ പ്രസംഗവും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കുമെതിരെയുള്ള ആരോപണവുമാണ് സ്വർണ്ണക്കടത്ത് കേസിനെ വീണ്ടും ചർച്ചാ വിഷയമാക്കുന്നത്. വലിയ വിഷയമായി ഇത് ഉയർന്നു വരും, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉയർന്നു വരുമെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. അതിനുശേഷം പ്രതിപക്ഷവും BJPയും ഒരുപോലെ ഈ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ സർക്കാർ CPM കേന്ദ്രങ്ങളെ പ്രതിരോധിക്കുന്നത് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയത് മുഖ്യമന്ത്രിയാണ്, പ്രധാനമന്ത്രിയോട് അന്വേഷണം ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയാണ്, കേന്ദ്ര ഏജൻസികളാണ് കേസ് പല തവണ വർഷങ്ങളോളം അന്വേഷിച്ചത്. എന്നിട്ടും എന്തുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ CPMന്റെയോ ഭാഗത്തുനിന്ന് ഏതെങ്കിലും പിഴവുണ്ടായെങ്കിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്ന ചോദ്യമാണ് CPM കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. 3 ഏജൻസിയുടെ മുമ്പിൽ അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുത്തിട്ടുള്ള ഈ കേസിൽ വരാത്തൊരു കാര്യം പുതുതായിട്ട് വെളിപ്പെടുത്തുമ്പോൾ എവിടുന്ന് കിട്ടി? അറിയാവുന്ന കാര്യം എന്താ വെളിപ്പെടുത്താത്തതെന്ന് അതാണല്ലോ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. അതെന്തിനാ മൂടി വെക്കുന്നത്? അതിന്റെ ബാധ്യത നിങ്ങൾക്കില്ല നിയമത്തിന്റെ മുമ്പിൽ പറയാനുള്ളത്, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ. നിങ്ങൾ ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൂട്ടു നിൽക്കുന്ന അക്യൂസ്ഡ് അല്ലേ? CPMും BJPയുമായുള്ള ഒത്തുകളിയായാണ് കോൺഗ്രസ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിന് പകരം നടപടിയെടുക്കുകയാണ് വേണ്ടത്. അത് ചെയ്യാതെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നത് CPMും അതുപോലെ തന്നെ BJPയുമായുള്ള ഒത്തുകളുടെ ഭാഗമെന്ന ആരോപണമാണ് കോൺഗ്രസ് വൃത്തങ്ങൾ, കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. വരും തെരഞ്ഞെടുപ്പിലും അത് വിഷയമായി മാറ്റുമെന്നും അവർ സൂചന നൽകുന്നു. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങളിലൊന്ന് സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളിലും സർക്കാരിനെതിരെയുള്ള ആയുധങ്ങളിലും ഒന്നായി സ്വർണ്ണക്കടത്ത് വീണ്ടും മാറുമെന്ന ഉറപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും നിറയുകയാണ്. CPM കേന്ദ്രങ്ങൾക്കും ഇത്തരം പ്രതിരോധവുമായി രംഗത്ത് വരുന്നതിൽ ആശങ്കയുണ്ട്. കാരണം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇത് പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും ഈ കേസ് സജീവമാക്കാൻ, അന്വേഷണം മറ്റേ തരത്തിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറെടുക്കുന്നു എന്നൊരു ആശങ്ക CPM നേതൃത്വത്തിനുമുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നതെന്ന അദ്ദേഹത്തിന്റെ ഗുരുതരമായ ഒരു ആരോപണം. ആ ആരോപണത്തിന് മുഖ്യമന്ത്രി ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കിയാണ് ഈ കള്ളക്കടത്തെല്ലാം നടന്നിട്ടുള്ളതെന്നും കള്ളക്കടത്തുകാരെ മുഴുവൻ സംരക്ഷിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയാണെന്നുമാണ്. CPM സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഒരിക്കലും മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ലാതെ ഇങ്ങനൊരു പ്രത്യാരോപണം ഉന്നയിക്കാനിടയില്ല. മുഖ്യമന്ത്രിയോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അദ്ദേഹം ഇതേക്കുറിച്ച് പ്രതികരിക്കണം. മുന്നണി നേതൃത്വത്തിന്റെ നിലപാടുകളിൽ കേരള കോൺഗ്രസ് എമ്മിൽ അതൃപ്തി പുകയുന്നു എന്ന ചർച്ചകൾക്കിടെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗം കോട്ടയത്ത് ചേരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കമെന്നാണ് വിശദീകരണം. എങ്കിലും പാർട്ടിയുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഉണ്ടാകുന്ന വിവാദങ്ങളും യോഗത്തിൽ ചർച്ചയാകും. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കേരള കോൺഗ്രസ് എം സമീപകാലത്ത് നേരിടുന്ന നിരവധി പ്രതിസന്ധികളുണ്ട് LDFൽ. അതെല്ലാം പൂർണ്ണമായും ചർച്ചയാകുമോ, അതോ കേവലം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചർച്ച പിരിയുമോ? കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് വിവാദങ്ങളിൽ നിന്ന് മറികടന്ന് മുന്നോട്ട് പോവുക, പ്രത്യേകിച്ചൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വർഷമാണ് വരുന്നത്, അത് മറികടന്ന് മുന്നോട്ട് പോവുക, അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. തോമസ് ചാഴിക്കാടൻ വിവാദം, ഒപ്പം തന്നെ ഇപ്പുറത്ത് സജി ചെറിയാൻ വിവാദം, ഇതൊക്കെ കേരള കോൺഗ്രസ് വോട്ട് ബാങ്കിൽ ചലനമുണ്ടാക്കി എന്നുള്ള വിലയിരുത്തലാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കുക പ്രധാന ലക്ഷ്യമാണ്. ഈ വന്യജീവികളുടെ അക്രമം ഉൾപ്പെടെയുള്ള മേഖലകൾ മലയോര വോട്ട് ബാങ്കിലും ക്ഷീണമുണ്ടാക്കുമെന്ന് അവർ കരുതുന്നു. പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ് ഒക്കെ സംസ്ഥാന സർക്കാരിനെ ലക്ഷ്യം വെച്ച് തന്നെ അതിജീവന യാത്രയൊക്കെ നടത്തി നിന്നൊരു സാഹചര്യം ഉണ്ട്. മാത്രവുമല്ല, ഈ മറ്റ് പല വിഷയങ്ങളും, റബ്ബർ വിഷയത്തിലടക്കം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവില അത് പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ള പ്രതിസന്ധിയുണ്ട്. കർഷകർക്ക് പണം കിട്ടാത്തതിന് കാരണം സംസ്ഥാന സർക്കാരാണ് എന്ന അഭിപ്രായവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയവും ചർച്ച ചെയ്യും എന്നാണ് യോഗത്തിന് മുന്നോടിയായി ജോസ് കെ മാണി പ്രതികരിച്ചത്. എല്ലാ ദിവസവും വിവാദങ്ങളുണ്ടല്ലോ, വിവാദങ്ങൾ പലതും മാധ്യമങ്ങളങ്ങ് സൃഷ്ടിക്കുകയാണല്ലോ. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും.
മുതിർന്ന അംഗങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്ന ഏതാണ്ട് 100-ലധികം ആളുകൾ പങ്കെടുക്കുന്ന യോഗത്തിനാണ് കോട്ടയത്ത് തുടക്കം ആയത്. ഈ പ്രതിസന്ധികൾക്കിടെ മോൻ ജോസഫ് ഉൾപ്പെടെയുള്ള വിഭാഗം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഈ പ്രശ്നങ്ങൾ ആയുധമാക്കുന്നതും കേരള കോൺഗ്രസ് എമ്മിന് തലവേദനയായിട്ടുണ്ട്. ഇപ്പുറത്ത് വീർപ്പുമുട്ടി നിൽക്കുന്നു എന്നുള്ള ആരോപണം പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല തങ്ങൾ എന്ന് തെളിയിക്കേണ്ട ബാധ്യതയും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്നതടക്കമുള്ള ചർച്ചകൾ ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. അതേസമയം ജോസ് വിഭാഗത്തിലെ ഈ പ്രതിസന്ധി ആയുധമാക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. മന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ ശക്തമായ നിലപാടെടുക്കാത്തതും തോമസ് ചാഴിക്കാടിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധിക്കാത്തതും ചൂണ്ടിക്കാട്ടിയാണ് മോൻസ് ജോസഫ് രംഗത്തെത്തിയത്. ഇതൊന്നും ഇവിടെ ആർക്കും എന്തും പറയാവുന്ന ഒരു നിലയിലേക്കാണ്. ക്രൈസ്തവ സഭയുടെ നേരെ ആർക്കും കയറി ഏത് രീതിയിലും എന്ത് രീതിയിൽ ആക്ഷേപിച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് വരുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ക്രൈസ്തവ സഭയ്ക്കും കടമയുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ എന്നല്ല ഞങ്ങൾക്കെല്ലാം കടമയുണ്ട്. ആ ദൗത്യം എല്ലാവരും ഏറ്റെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും. ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ പ്രയാസമുണ്ട്. ഇത്രയും സംഭവവികാസങ്ങൾ ഉണ്ടായിട്ട് ഈ നിമിഷം വരെ ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്താൻ കേരള കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ജോസ് വിഭാഗത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഏറ്റവും നിർഭാഗ്യകരമാണ്. ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഉരുണ്ട് കളിക്കുകയാണ്. അവർ മറുപടി പറയാതെ രക്ഷപ്പെടുകയാണ്. ഇതൊക്കെയാണ് ഇന്ന് രാവിലെ എല്ലാവരും ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസിന്റെ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് മുതൽ ഞങ്ങളൊക്കെ പറഞ്ഞു. അവരെന്താ പ്രതികരണം? ഒരു ഉച്ചവരൊന്നും വേണ്ടിയില്ല. സജി ചെറിയാന്റെ പ്രസ്ഥാനം വന്നു കഴിഞ്ഞപ്പോൾ അത് ഈ 3 വാക്ക് പിൻവലിച്ചല്ലോ എന്നൊരു ആശ്വാസം കണ്ടെത്തി ജോസ് വിഭാഗം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അങ്ങനെ രക്ഷപ്പെടാൻ വഴിയില്ല. ഇതുപോലെ ആക്ഷേപിച്ച വിഷയം ഇവിടെ നിൽക്കുകയാണ്. ജോസ് കെ മാണിയുടെ വിശദീകരണത്തിലൊന്നും തൃപ്തരല്ല നിങ്ങൾ? ജോസ് കെ മാണി എന്ത് വിശദീകരിച്ചു? ഒന്നും വിശദീകരിച്ചില്ലല്ലോ. അദ്ദേഹം ഒന്നും വിശദീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ സഭാ നേതൃത്വത്തെ ആക്ഷേപിച്ചത് ശരിയല്ല, ഇത് പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം, പരസ്യമായി മാപ്പ് പറയണം, ഇതൊക്കെ എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അതൊന്നും പറയാതെ മന്ത്രി അതിനകത്ത് എല്ലാം മാറ്റം വരുത്തിയിട്ട് 2-3 വാക്ക് പിൻവലിച്ചല്ലോ എന്ന് പറഞ്ഞ് തലയൂരി പോകാവുന്നൊരു വിഷയമാണോ ഇത്? ഒരിക്കലും അല്ലെന്നാണ് ഞങ്ങളുടെ നിലപാട്. ഈ ചാഴിക്കാടൻ വിഷയത്തിലും അവർ ഏതാണ്ട് അത് തണുത്തൊരു വിഷയമാണ്, അത് കഴിഞ്ഞ വിഷയമാണെന്നാണ് ഇന്ന് ജോസ് കെ മാണി. ഈ വിഷയം ഉണ്ടായ ശേഷം ആദ്യമായാണ് ജോസ് കെ മാണിയുടെ ഒരു പ്രതികരണം വരുന്നത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ ഒരു ആക്ഷേപം ഏറ്റുവാങ്ങിയതിന് ശേഷം മുഖ്യമന്ത്രി പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞത്, കോട്ടയത്ത് വെച്ച് തന്നെ പറഞ്ഞത്, കാര്യങ്ങളെല്ലാം എംപിക്ക് മനസ്സിലാകാതിരുന്നതുകൊണ്ട് സംഭവിച്ച പ്രശ്നങ്ങളാണ്, അതിപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്, അപ്പോൾ ആ കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന നിലയിൽ പറഞ്ഞാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വിശദീകരണം അതാണ് വന്നത്. ജോസ് വിഭാഗത്തിൻ്റെതായിട്ട് പാർട്ടിയുടെ ഒരു തരത്തിലുള്ള നിലപാടുകളും പുറത്തു വന്നില്ല. കേരള കോൺഗ്രസ് എമ്മിനെ ആകെ പ്രതികരിച്ച ശ്രീ PM മാത്യു ആണ്. പഴയ MLA-യും പാർട്ടിയുടെ സീനിയർ നേതാക്കളുടെ ഒരാളാണ്. അദ്ദേഹം നടത്തിയ പ്രതികരണം ഇത് കേരള കോൺഗ്രസിന്റെ അന്തസ്സ് തകർത്ത അവസ്ഥയായിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, KM മാണി സാറിനെ പോലെ നേതാവായിരുന്നെങ്കിൽ അത് കൈയോടെ തിരുത്തിച്ചേനെ. ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഈ പാർട്ടി ഇതുപോലെ ഒരവസ്ഥയിലേക്ക് പോയത് കേരള കോൺഗ്രസ് എമ്മിനെ ഇല്ലായ്മ ചെയ്യുന്ന നടപടിയായി പോയി എന്ന് ശ്രീ PM മാത്യു പറഞ്ഞത് ശരിയാണ്. അത് കേരള കോൺഗ്രസുകാർക്ക് എല്ലാ അപമാനമായി പോയി. ഇത്രയും ദിവസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയോ LDF നേതാക്കളോ ചാഴികാടനോട് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമല്ല ഉദ്ദേശിച്ചത്. അത് പൊതുവായി അവിടുത്തെ ഒരു SC പറയും എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഇതിനകത്തൊരു മറുപടിക്ക് പോലും ഈ നിമിഷം വരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. അപ്പം ജോസ് വിഭാഗത്തിന് കിട്ടിയ തിരിച്ചടി, അല്ലെങ്കിൽ അവർ കർണക്കുറ്റിക്ക് അടി കിട്ടിയ പോലെ ഉണ്ടായ ആ സാഹചര്യം അതേപോലെ നിൽക്കുകയാണ്. പിന്നെ ആ വിഷയം അതെല്ലാം കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞാൽ ഒന്നും കഴിഞ്ഞിട്ടില്ല, അതൊക്കെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇനി അതെല്ലാം ഇതുപോലെ ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ട ജോലി ഞങ്ങളിപ്പോൾ ഏറ്റെടുക്കേണ്ടി വരികയാണ്. കാരണം പാർട്ടിക്ക് ഉണ്ടായ ഒരു അവസ്ഥയെക്കുറിച്ച് അവർക്ക് പോലും തിരിച്ചൊരു വാക്ക് പറയാൻ കഴിയാത്ത വിധത്തിൽ ഇതുപോലെ LDF-ൽ ഭയപ്പെട്ടൊരു പാർട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് ആർക്കും കാണാൻ കഴിയുള്ളൂ. അത് ഞങ്ങൾക്ക് അതിൽ സങ്കടമുണ്ട്. എന്തായാലും മോൻസ് ജോസഫ് അതാണ് LDF-ൽ ഭയപ്പെട്ട് നിൽക്കുന്ന പാർട്ടി എന്നാണ് കേരള കോൺഗ്രസ് എമ്മിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സർക്കാരുമായുള്ള പോരിനിടെ ഓർഡിനൻസിൽ ഒപ്പിട്ട് ഗവർണർ. GST നിയമ ഭേദഗതി ഓർഡിനൻസിനാണ് അംഗീകാരം നൽകിയത്. ഒരാഴ്ച മുൻപാണ് സർക്കാർ ഓർഡിനൻസ് രാജ്ഭവനിലേക്ക് അയച്ചത്. ബില്ലുകൾ പാസ്സാക്കാത്തതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഒരു ബില്ലിൽ മാത്രം ഗവർണർ ഒപ്പുവച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഭിന്നതയില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. താൻ ചെയ്യുന്നത് നിയമപരമായ കർത്തവ്യമാണ്. ക്രിസ്മസ് പുതുവത്സര വിരുന്നിന് തന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. രാജ്ഭവനിൽ വന്നാൽ ക്ഷണക്കത്ത് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് താൻ പോകാതിരുന്നത് എന്നത് മാധ്യമങ്ങൾ അന്വേഷിക്കണമെന്നും ഗവർണർ പ്രതികരിച്ചു. There is no rift. I am doing my legal duty, statutory duty. There is absolutely no rift. I don't want to comment on all these things. Invitation is there in Raj Bhavan. Go and see it. Why I should explain it? It is for you to find out.
You ask me questions, you don't ask questions there. That is your problem. കേരളത്തിൽ നിന്ന് BJP ടിക്കറ്റിൽ ഗവർണർ മത്സരിക്കുമെന്ന CPM നേതാവ് ബൃന്ദ കാരാട്ടിന്റെ പരാമർശത്തിന് മറുപടിയുമായി ഗവർണർ ഇത്തരം കാര്യങ്ങൾ താൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നെങ്കിലും അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ എന്നും പരാമർശത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും ഗവർണർ പ്രതികരിച്ചു. I don't want to entertain. I would like to treat such comments with the contempt which they deserve. തിരുവനന്തപുരം തിരുവല്ലത്തെ കസ്റ്റഡി മരണത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യപ്പെട്ട CBI തിരുവല്ലം SHO ആയിരുന്ന സുരേഷ് വി നായർ, SI വിപിൻ പ്രകാശ്, ഗ്രേഡ് SI സജീവ് കുമാർ എന്നിവരെയാണ് പ്രതിയേർത്തത്. 2022 ഫെബ്രുവരി 28-നാണ് ദമ്പതികളെ ആക്രമിച്ചതിന് തിരുവല്ലം പോലീസ് കസ്റ്റഡിയിലെടുത്ത സുരേഷ് മരിച്ചത്. VV വിനോദിന്റെ റിപ്പോർട്ട്. ഏറെ വിവാദമായ തിരുവല്ലം കസ്റ്റഡി മരണത്തിലാണ് തുടർ നടപടികളുമായി CBI അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. 3 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് അനുമതി തേടിയിരിക്കുന്നത്. പ്രതികളായ മുൻ SHO സുരേഷ് വി നായർ, SI ആയിരുന്ന ബിപിൻ, അതോടൊപ്പം തന്നെ ഗ്രേഡ് SI ആയിരുന്ന സജീവ്, ഈ 3 പേർക്കെതിരെയും നടപടി തുടരാനാണ് അനുമതി തേടിയിട്ടുള്ളത്. 2022 ഫെബ്രുവരി 28-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ജഡ്ജി കുന്നിലെത്തിയ ദമ്പതികളോട് മരിച്ച സുരേഷും ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവരും അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഹൃദ്രോഗിയായിരുന്നു സുരേഷ്. ഇവർ സദാചാര പോലീസ് ചമഞ്ഞു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. തുടർന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം 3ാം മുറ പ്രയോഗിച്ചു എന്നതാണ് മൊഴിയായി പുറത്തു വന്നിട്ടുള്ളത്. സാക്ഷിമൊഴികളുണ്ട്. സുരേഷിനെ ജാമ്യത്തിലിറക്കാൻ ഭാര്യയും സഹോദരനും അവിടേക്ക് എത്തുമ്പോൾ ക്രൂരമായ മർദ്ദനം സുരേഷിന് ഏറ്റിരുന്നു. സുരേഷിൻ്റെ നിലവിളി കേട്ടതായി ഇവർ പിന്നീട് മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ആളുകളും ആ തരത്തിൽ തന്നെയാണ് മൊഴി നൽകിയിരുന്നത്. 100 പ്രാവശ്യം പുഷപ്പ് എടുപ്പിക്കുകയും സിറ്റപ്പ് ചെയ്യിക്കുകയും സ്റ്റേഷനുള്ളിൽ തവളച്ചാട്ടം ചെയ്യിക്കുകയും ചെയ്തു. പിന്നീട് CI മുഖത്തടിച്ചു. മറ്റ് പോലീസുകാരും മർദ്ദിച്ചു. അവശനായ സുരേഷിനെ പോലീസ് വാഹനത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മറ്റ് ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് മരിച്ചു എന്നാണ് പോലീസുകാർ പറഞ്ഞതെങ്കിലും വിശദമായ മൊഴിയുടെയും പിന്നീടുള്ള രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് വകുപ്പ് തല നടപടി ഉണ്ടായത്. അന്ന് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. CA ഒഴിവാക്കി വൈശാഖ് എന്ന ഒരു പോലീസുകാരനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ CBI നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ വൈശാഖിനെ ഒഴിവാക്കിയാണ് ഈ നടപടികൾ തുടരുന്നത്. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. ഗോവയിൽ പുതുവത്സരാഘോഷത്തിന് പോയ കോട്ടയം സ്വദേശിയായ യുവാവിന്റെ മരണം നെഞ്ചിലും പുറത്തും മർദ്ദനമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വെള്ളത്തിൽ വീഴുന്നതിന് മുൻപ് തന്നെ മർദ്ദനമേറ്റെന്നുവെന്ന് സ്ഥിരീകരിക്കുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തുന്നു. DJ പാർട്ടിക്കിടെ സഞ്ജയ്ക്ക് മർദ്ദനമേറ്റതായും സുരക്ഷാ ജീവനക്കാർ മർദ്ദിച്ച് കൊന്ന് കടലിൽ തള്ളിയതായും പിതാവ് സന്തോഷ് ആരോപിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. ഗോവയിൽ 31-ന് രാത്രിയാണ് ഈ സഞ്ജയ് മരണപ്പെടുന്നത്. അതെങ്ങനെ എന്നുള്ള ദുരൂഹത തുടരുന്നതിനിടെയാണ് നിർണായകമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. ശരീരത്തേറ്റ മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഇതൊരു കൊലപാതകമാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. പിതാവ് സന്തോഷ് അടക്കം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നു. അവിടെ ഈ അതോരോ ടീമല്ല നടത്തുന്ന പരിപാടി. അവർ താൽക്കാലികമായിട്ട് സൈറ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് 2700 എടുത്ത് ബുക്ക് ചെയ്തിട്ട് ഇവർ അകത്ത് കയറണം. അവന്മാർ കാണിക്കുന്ന പോക്കിത്തരങ്ങൾ പുറത്തിറങ്ങി അറിയാണ്ടിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ ചെന്ന് പെട്ടുപോയി. ഇത് ആരും ചോദിക്കാൻ പറയാൻ ആരുമല്ല അവിടെ ഇല്ല. അവിടെ ഗോവയിൽ ചെല്ലുന്നവർക്കുള്ള അവസ്ഥ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ചവിട്ടി കൂട്ടിക്കളയും. അവിടെ ചെന്ന് സംഭവിച്ചത് അവിടെ ഈ ബൗൺസർമാർ ഈ ഫംഗ്ഷൻ നടത്തിയിട്ട് സെക്യൂരിറ്റി ഗാർഡ്സ് ചെയ്ത പരിപാടി അവർ ചവിട്ടി കൂട്ടി എൻ്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞവർ. അതായത് DJ പാർട്ടിക്കിടെ ഈ വേദിയിൽ കയറി ഡാൻസ് കളിച്ചതാണ് പ്രകോപനത്തിന് കാരണം എന്നാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത്. ബൗൺസർമാർ ഉൾപ്പെടെ മർദ്ദിച്ചതാണ് കൊലപാതകത്തിലെ മർദ്ദിച്ച് കൊന്ന് കടലിൽ തള്ളി എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഗോവൻ പോലീസാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി വരുന്നത്. ആരാണ് ഈ കൃത്യം ചെയ്തത് എന്നത് സംബന്ധിച്ച് യാതൊരു വ്യക്തതയും ഇതുവരെ ലഭിച്ചതായുള്ള വിവരം ഇല്ല. എന്തായാലും കൂടുതൽ അന്വേഷണം, ശക്തമായ അന്വേഷണം വേണം എന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ ഇന്നലെ രാത്രി ഈ മൃതദേഹം വീട്ടിലെത്തിക്കുകയും തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വീട്ടിലെത്തിക്കുകയും സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്തു. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കൊല്ലോത്സവം 2ാം ദിനം. Kerala School Kalolsavam, powered by GTech Computer Education.
ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. In association with മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പോരാട്ടം കടുക്കുന്നു. കോഴിക്കോടും കണ്ണൂരും തൃശൂരുമാണ് മുന്നിൽ. പാലക്കാടും മലപ്പുറവും ആതിഥേയരായ കൊല്ലം ജില്ലയും തൊട്ടുപിന്നിലുണ്ട്. ഇന്ന് 60 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. ഹൈസ്കൂൾ വിഭാഗം ഒപ്പനയും ഹയർ സെക്കൻഡറി വിഭാഗം നാടകവുമാണ് ഗ്ലാമർ ഇനങ്ങൾ. മത്സരങ്ങളുടെ സമയക്രമം പാലിക്കലാണ് സംഘാടകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. പകലന്തിയോളം അടിമം പണി ചെയ്യും തണ്ടാച്ചിക്കൂട്ടം. തണ്ടാച്ചിക്കൂട്ടത്തിൽ അതുകൊള്ളൊരു പെണ്ണ്, ചോലിപ്പെണ്ണ്, അവൾ തോലിപ്പെണ്ണ്, ചോലിപ്പെണ്ണ്. കലോത്സവത്തിന്റെ 2ാം ദിനത്തിൽ നാടൻപാട്ട് വേദിയിൽ പ്രതിഷേധം. ശബ്ദ സംവിധാനങ്ങളിൽ അപാകതയുണ്ടെന്നാണ് പരാതി. മത്സരത്തിന് 4ാം നിലയിൽ വേദി അനുവദിച്ചത് നാടൻപാട്ടിനോടുള്ള അവഗണനയാണെന്നും നാടൻപാട്ട് കലാകാരന്മാർ ആരോപിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിലാണ്. അതായത് 18ാം നമ്പർ വേദിയിലാണ്. ഇവിടെയാണ് നാടൻപാട്ട് കലാരൂപം അരങ്ങേറുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് നാടൻപാട്ടിനെ പൂർണ്ണമായും അവഗണിക്കുന്നു. അതിനുവേണ്ടി സംഘാടകർ കൃത്യമായി അതിനുവേണ്ടി 4ാം നിലയിലേക്ക് മത്സരം മാറ്റുന്നു. കൂടാതെ കുട്ടികൾക്കൊന്ന് കൃത്യമായി അവരുടെ മത്സരം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റേജ് അല്ല. കൂടാതെ സൗണ്ട് സിസ്റ്റത്തിൽ ചില അപാകതകളൊക്കെ ഉണ്ട്. അത് പരിഹരിക്കാൻ ഇതുവരെയും സംഘാടകർ തയ്യാറായില്ല എന്നുള്ളൊരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ ഈ നാടൻപാട്ട് കലാകാരന്മാർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇവിടെ പ്രധാനമായും സംഭവിച്ചത്? നാടൻപാട്ട് മത്സരത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു വേദിയല്ല ഇത് എന്നുള്ളത് ആദ്യം തന്നെ ഇതിന്റെ സംഘാടക സമിതി അറിയിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം മത്സരം ആരംഭിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് രക്ഷകർത്താക്കളും നാടൻപാട്ട് പരിശീലകരായിട്ടുള്ള ഞങ്ങളുടെ കലാകാരന്മാരുൾപ്പെടെയുള്ളവർ പറഞ്ഞു ഈ വേദി നാടൻപാട്ടിന് അനുയോജ്യമല്ല. കാരണം ഇതിനകത്ത് ഒരു പാട്ട് മൈക്കിൽ കൂടെ പാടിയാൽ മുഴങ്ങി കേൾക്കും. അതോടൊപ്പം തന്നെ കൊട്ടും കൂടെ ആകുമ്പോൾ ഒട്ടും വ്യക്തമല്ലാത്തൊരവസ്ഥ. ഈ ഹാളിനകത്താകുമ്പോൾ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. തന്നെയല്ല അതിന് അനുയോജ്യമായിട്ടുള്ള സൗണ്ട് സിസ്റ്റം ഇവിടെ അവർ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ പരാജയമാണ്. കാരണം ഇത്രയധികം ജനകീയമായിട്ടുള്ളൊരു കലാരൂപത്തെ കൊണ്ടുവച്ചത് 4ാം നിലയുടെ മുകളിലാണ്. നാടൻപാട്ട് കലാകാരന്മാർക്ക് മൊത്തം അപമാനകരമായിട്ടുള്ള, കേരളത്തിലെ നാടൻപാട്ട് സ്നേഹികൾക്ക് അപമാനകരമായിട്ടുള്ള, ആസ്വാദകർക്ക് വളരെ പ്രയാസമുള്ള ഒരു വേദിയിലേക്ക് നാടൻപാട്ടിനെ കൊണ്ടുവച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പരിശീലകരും ഒപ്പമുള്ള വിദ്യാർത്ഥികളുമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവർ തന്നെ ഈ ബുദ്ധിമുട്ട് സംഘാടകരോട് പറഞ്ഞപ്പോൾ അതാണ് സംഘാടകരോട് പറഞ്ഞപ്പോൾ അവരെന്താണ് പറയുന്നത്? അതായത് ഒരു പരിഹരിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്ന്. ഒരിക്കലും തയ്യാറാകുന്നില്ല. അവർ നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സംഘാടകരോട് നിരവധി തവണ പാട്ടുകൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും പാട്ടിന് മുന്നേ അല്ല ആവശ്യപ്പെട്ടതാണ്. അവരെ ഞങ്ങളെ പ്രതിഷേധിച്ചവരെ പോലീസിനെ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നൊരവസ്ഥ. ഞങ്ങളെ എന്ത് വിലപ്പെടുത്തും ഇവിടെ പരിപാടി നടത്തും. ഞങ്ങളോടൊരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഞങ്ങളൊക്കെ കലാകാരന്മാരാണ്. ഞങ്ങളാരും ഒരു ഭീകരവാദിയോ അല്ലെ ഇതിനെതിരെ ഇത് നടത്തരുതെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നവരല്ല. വളരെയധികം സന്തോഷത്തോടുകൂടി കൊല്ലത്തെ സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ വളരെ ആത്മാഭിമാനത്തോടു കൂടി നാടൻപാട്ട് മത്സരത്തെ കാണാമെന്ന ആൾക്കാരാണ്. അപ്പോഴാണ് ഇങ്ങനെ ദയനീയമായിട്ടുള്ള ഈ കലാരൂപത്തെ ജനകീയമായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുക്കിനും മൂലയിലും ഇന്ന്
നാടൻ പാട്ടുകാരുണ്ട്, നാടൻ പാട്ട് സംഘങ്ങളുണ്ട്. അവരെയൊക്കെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇവിടുത്തെ സംഘാടകർ ഈ മത്സരം ഏതെങ്കിലും അടുപ്പ് കൂട്ടുന്ന പോലുള്ളൊരു വേദിയിൽ കൊണ്ട് വെച്ചിട്ട് ഇതിനെ വെറും തൃണവത്ഗണിച്ച് കഴിഞ്ഞതിൽ നാടൻ പാട്ട് കലാകാരന്മാരായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വേദി മാറ്റുന്നത് അത് പോസിബിൾ ആണെന്നുള്ള കാര്യത്തിൽ അതൊരു നമ്മൾ തിരക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ സൗണ്ട് സിസ്റ്റത്തിലൊക്കെ അപാകതകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ പരിഹരിച്ചിട്ടില്ലല്ലേ? ഇതുവരെ അവർ പരിഗണിച്ചിട്ടില്ല. ഒരു പാട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് പറഞ്ഞു, സൗണ്ട് സിസ്റ്റം ശരിയല്ല, പാട്ട് കേൾക്കുന്നില്ല, മൊത്തത്തിൽ മുഴക്കം മാത്രമേ കേൾക്കുന്നുള്ളൂ. കാരണം നമുക്കറിയാം താളത്തിനും സാഹിത്യത്തിനും വരികൾക്കും എല്ലാം പ്രത്യേകം പാർട്സായിട്ട് മാർക്ക് ഉണ്ട്. അത് എങ്ങനെ ജഡ്ജിനെ അല്ലെ വിധികർത്താവിന് കണ്ടെത്താൻ കഴിയും എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അവരും ഇരുന്ന് വിയർക്കുമായിരിക്കും, ഈ ജഡ്ജസ് ഇരുന്ന് വിയർക്കുകയാണ്. സ്റ്റേജ് മാനേജരോട് അറിയിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങൾ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, സംഘാടക സമിതി ഓഫീസിൽ പോകാനാണ് പറഞ്ഞത്. സംഘാടക സമിതി ഓഫീസിൽ അറിയിച്ചിട്ടും അവരിങ്ങോട്ട് വന്നതുമല്ല. അത് തന്നെയല്ല, പ്രതിഷേധിക്കുന്നവരെ എല്ലാവരെയും പോലീസിനെ ഉപയോഗിച്ച് അവർ മാറ്റുകയാണ്, തള്ളി നീക്കുകയാണ്. ഞങ്ങൾ കേരളത്തിലെ അറിയപ്പെടുന്ന ഇന്ന് കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തുന്ന കലാകാരന്മാരാണ് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത്. അവരോട് പോലും നീതി പുലർത്താത്ത ഒരു സംഘാടക സമിതി ഞങ്ങളെ സർക്കാരിനോടോ വിദ്യാഭ്യാസ വകുപ്പിനോടോ എതിരല്ല. ഇത് മൊത്തം സർക്കാരിന്റെ ചുമര് പിടിച്ച് അല്ലെങ്കിൽ സർക്കാരിന്റെ സൗജന്യങ്ങൾ ഇപ്പോൾ കലാകാരന്മാർക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ പറ്റിവന്നിട്ടുള്ള കലാകാരന്മാരാണ്. വജ്ര ജൂബിലി ഫെലോഷിപ്പ് ഉൾപ്പെടെ നേടിയ കലാകാരന്മാരുണ്ട്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫെലോഷിപ്പും അവാർഡും നേടിയ കലാകാരന്മാരുണ്ട് പ്രതിഷേധിക്കുന്നതിൽ. അവരെ ഒന്നും വകവയ്ക്കാതെ ഇവിടുത്തെ ഒരു സംഘാടക സമിതി എന്തിനേറെ പറയണം, കുട്ടികളുടെ കൂടെ പരിശീലകരായിട്ട് വന്ന ആൾക്കാരെ മൈക്കൊന്ന് എടുത്തു വെക്കാൻ പോലും അനുവദിക്കാതെ നിങ്ങൾ മാറിപ്പോന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു. അവിടെ കൂടെ വരുന്ന എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഘാടകരാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും നാടൻ പാട്ടിനോട് ഇത്തരം നീതികേട് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇതിന് കേരളത്തിലെ കലാകാര സമൂഹം മൊത്തം പ്രതിഷേധിക്കുകയാണ്. നാടൻ പാട്ട് കലാകാരന്മാരുടെ സംഘടനയായ നാട്ടുകലാകാരക്കൂട്ടം കേരള മുഴുവൻ നാടൻ പാട്ടുകാരും നാടൻ കലാകാരന്മാരും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് അവർ പറയുന്നത് പോലെ തന്നെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചിട്ടും അതിന് ഒരു പരിഹാരം കാണാൻ സംഘാടകർ തയ്യാറാകുന്നില്ല. അതിനു പകരം പോലീസിനെ ഉപയോഗിച്ച് അവരെ നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമം മാത്രമാണ് സംഘാടക സമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ സുമേഷ് മൊഴാറക്കൊപ്പം MG മിഥുൻ, ന്യൂസ് 18 കൊല്ലം. പ്രത്യേക പ്രദേശത്തിലെയോ ജനങ്ങളുടെ ജീവിത രീതികളെ പ്രതിഫലിപ്പിക്കുന്ന നൃത്തമാണ് നാടോടി നൃത്തം. അത്തരം വ്യത്യസ്ത വിഷയം അരങ്ങിലെത്തിച്ചിരിക്കുകയാണ് മലപ്പുറത്ത് നിന്നെത്തിയ ഭദ്ര എന്ന കൊച്ചു കലാകാരി. ഒരു പ്രത്യേക ജനജീവിതത്തെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ കുറിച്ച് പറയുന്ന ഒരു കലാരൂപമാണ് നാടോടി നൃത്തം എന്ന് പറയുന്നത്. അത്തരത്തിൽ HS വിഭാഗത്തിലെ മത്സരം പൂർത്തിയാക്കിയ ശേഷമുള്ള ഒരു കലാകാരി നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ഈ നാടോടി നൃത്തത്തിലേക്ക് വന്ന കാര്യങ്ങളും ഒപ്പം തന്നെ അതിന്റെ പ്രതീക്ഷകളും എങ്ങനെയാണ് ഈ നാടോടി നൃത്തത്തിലെ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഈ കുട്ടിയോട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് പേര്? എങ്ങനെയാണ് ഈ ഒരു കലാരൂപം തെരഞ്ഞെടുക്കാനുള്ളത്? അതായത് ചെറുപ്പം തൊട്ടേ എനിക്ക് ഡാൻസിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അപ്പൊ LKG തൊട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കളിക്കാൻ തുടങ്ങിയത്. അവിടെ തൊട്ടിട്ട് എനിക്ക് ഫസ്റ്റാണ് സബില് കിട്ടിയിട്ടുള്ളത്. പിന്നെ എന്റെ അച്ഛനെയും അമ്മേന്റെയും സപ്പോർട്ടിലുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. പിന്നെ എന്റെ മാഷും ഭയങ്കര സപ്പോർട്ടാണ്. ഇങ്ങനെ ചെയ്യാനും ഓരോ കാര്യം പറഞ്ഞു തരാനാണെങ്കിലും മാഷ് ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാനിപ്പം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ജനജീവിതത്തെ കുറിച്ചോ പറയുന്ന കഥകളായിരിക്കും പ്രധാനമായും ഇതിൽ തെരഞ്ഞെടുക്കുന്നത്. അത്തരത്തിൽ മോള് തെരഞ്ഞെടുത്ത ആ ഒരു കഥ അതിനെ കുറിച്ചൊന്ന് പറയാം. അതിലേക്ക് എത്തിയ കാരണം? ഇത് ഒരു അടിയാത്തി പെണ്ണിന്റെ ഒരു തീമാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു തമ്പ്രാനെ മോഹിച്ചിട്ടുള്ള, എന്നിട്ട് തമ്പ്രാനെ കിട്ടാതെ ആവുമ്പോ തമ്പ്രാനൊരു രാത്രി ഇവളുടെ വീട്ടിലോട്ട് വന്നിട്ട് അപ്പൊ ആ ഒരു കാണുന്ന ഒരു ദേഷ്യം, തമ്പ്രാനും ഇവിടെ ഇഷ്ടമൊന്നുമല്ല, ഭയങ്കര വെറുപ്പോട് കൂടിയായിട്ടാണ് നമ്മളെ കണ്ടിട്ടുള്ളത്. അപ്പോ പിന്നെ തമ്പ്രാൻ ഒരു ദിവസം രാത്രി ഇവളുടെ വീട്ടിലോട്ട് വന്നപ്പോ ഇവൾക്ക് ഒരു വികാരം ഉണ്ടായി. ആ വികാരത്തിൽ അയാളെ കൊന്നു. അയാളെ ബോധപൂർവം അല്ല കൊന്നത്. അപ്പൊ ആ ഒരു സങ്കടം ഒക്കെ ഉള്ള ഒരു ഇതാണ് ഇതിലുള്ളത്. ഇതിനു മുമ്പ് വേറെ ജില്ലാതലത്തിലും ഇതേ സെയിം തീം തന്നെയായിരുന്നു? അല്ലല്ല, അത് എടുത്തിട്ടുള്ളത് പൂമാത പറഞ്ഞൊരു തീമാണ്. അതേപോലെ തന്നെ ഒരു ലാസ്റ്റ് ഒരു ദേഷ്യം വന്നിട്ട് ഭദ്രകാളിയൊക്കെ ആവുന്ന ഒരു രൂപമായിരുന്നു അതിലുള്ളത്. പിന്നെ ചെയ്തിട്ടുള്ളത്
അങ്ങനത്തെ ഈ ഒരു അടിയാത്തി പെണ്ണിന്റെയാണ് കുറെ ചെയ്തിട്ടുള്ളത്. പല തരങ്ങളുണ്ടല്ലോ, ഈ നാടോടിനൃത്തം എന്ന് പറയുന്ന പല തരങ്ങളുണ്ട്. അതിൽ ഏതൊക്കെ തരങ്ങളാണല്ലോ ഇപ്പം എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടാണ് പ്രേക്ഷകർക്കും അത് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പം മോളിപ്പോ തെരഞ്ഞെടുത്തിരിക്കുന്ന ഏത് തരത്തെ കുറിച്ചുള്ളതാണ്? അതായത് ഇവരെ ഊര് ചെന്നിട്ട് വിലക്ക് ചെയ്യാണ് അങ്ങനത്തെ ഒരു തീമാണ് ഇതിലുള്ളത്. പക്ഷെ ഇതിന് അങ്ങനത്തെ ഒരു കാറ്റഗറി ഒന്നുമില്ല. നമ്മൾക്ക് ഫോക്ക് ഡാൻസ് പറഞ്ഞാല് ഏതൊരു തരത്തിലുള്ള കുട്ടികൾക്കും കളിക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? KMHS പിറ്റൂർത്ത് മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. സ്കൂളിൽ എങ്ങനെയാണ് സപ്പോർട്ടൊക്കെ ആണോ? സ്കൂളുകാരും ഭയങ്കര സപ്പോർട്ടീവാണ്. ഇങ്ങനെ ചെയ്യാനൊക്കെ അവരും കൂടി എന്നെ ഇതിട്ട് ഇൻട്രോ ആയിട്ടുണ്ട്. അപ്പം ഇത് നാടോടി നൃത്തം മാത്രമാണോ ചെയ്യുന്നത്, വേറെ? അല്ലല്ല, ഭരതനാട്യം, കുച്ചിപ്പുടി, ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സബില് സെക്കൻഡ് ആയതുകൊണ്ട് നമുക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ ഫോക്കിന് ഫസ്റ്റ് കിട്ടിയതുകൊണ്ട് ഇവിടം വരെ എത്തി. അപ്പം ഇത് മാത്രമാണ് സ്റ്റേറ്റ് ലെവലിലുള്ളത്. ഇനി ഏതൊക്കെ കലാരൂപങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹം? ഒപ്പം തന്നെ ഈ നാടോനൃത്തത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നല്ലോ, അതില് ഈ കോസ്റ്റ്യൂംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കോസ്റ്റ്യൂം ഈ ഒരു അടിയാത്തി പെണ്ണിനനുസരിച്ചുള്ള ഓരോ കോസ്റ്റ്യൂംസ് ആണ് നമ്മൾ എടുക്കാറ്. അതായത് ഫോക്ക് ഡാൻസിന് ഏത് ഫോക്ക് ഡാൻസിനായാലും അതിന്റെ ആ ഒരു തീമിനനുസരിച്ചുള്ള ഡ്രസ്സിംഗ് ആണ് നമ്മൾ എടുക്കാറ്. അപ്പൊ അത് പണ്ടത്തെ സ്റ്റൈലിലുള്ള ഒരു അടിയാത്തി പെണ്ണിന്റെ വസ്ത്രമാണ് നമ്മളിപ്പോൾ ധരിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഈ ഓർണമെന്റ്സും ഒക്കെ ആ ഒരു പണ്ടത്തെ ആ ഒരു സ്റ്റൈലിനനുസരിച്ചുള്ളതാണ്. എന്തായാലും നമുക്ക് അച്ഛനോട് കൂടി ചോദിക്കാം, എങ്ങനെയാണ് മോളുടെ ഒരു ആഗ്രഹം? അതായത് കൊച്ചുനാൾ മുതലേ എങ്ങനെ? ചെറുപ്പം മുതലേ അവള് കലയോട് ഭയങ്കര ഒരു താല്പര്യം കാണിക്കുന്നതാണ്. അപ്പോൾ LKG മുതൽ അവള് കളിക്കുന്നുണ്ട്. അന്ന് മുതൽ ഫസ്റ്റാണ്. LKG അവൾക്ക് A ഗ്രേഡ് ആയിരുന്നു. 1ാം ക്ലാസ്സിൽ നിന്ന് A ഗ്രേഡ്, 2ാം ക്ലാസ്സിൽ നിന്ന് സബ് ജില്ലയിൽ ഫസ്റ്റ് ആയിരുന്നു, ഫോക്കിന് ഫസ്റ്റ് ആയിരുന്നു, പിന്നെ ഭരതനാട്യം ഫസ്റ്റ് ആയിരുന്നു. പിന്നെ 3ാം ക്ലാസ്സിൽ നിന്ന് ഫോക്ക്, ഭരതനാട്യം, ഗ്രൂപ്പ് 3 ഫസ്റ്റ് ആയിരുന്നു സബ് ജില്ലയിൽ. പിന്നെ 2 വർഷം കോവിഡ് കാരണം എല്ലാവർക്കും പോയിട്ടുണ്ടായിരുന്നു. കോവിഡ് കാരണം പലവർക്കും പ്രളയം കാരണം അപ്പൊ അങ്ങനെ പ്രളയമുണ്ട്, പിന്നീട് കോവിഡ് വന്ന് അങ്ങനെ കുറേയധികം നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ നിന്ന് ജില്ലയിൽ വരെ പോയിട്ടുണ്ട്. ഫോക്കും കുച്ചിപ്പുടി പോയിട്ടുണ്ട്. A ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട് ജില്ലയിൽ നിന്ന്. ഇതിപ്പം മാഷിന്റെ കീഴിലാണ് ബൈജു ബുഹാസിൻ അറിയും. കുന്നംപുറം നാട്യകലാക്ഷേത്ര ബൈജു ബുഹാസിന്റെ കീഴിലാണ് മോള് ചെറുപ്പം തൊട്ടേ പഠിക്കുന്നത്. തീർച്ചയായും എന്തായാലും എല്ലാവിധ ആശംസകളും. ഇനി അങ്ങോട്ടുള്ള വഴികളിലൊക്കെ തന്നെ എല്ലാവിധ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയും ഒപ്പം തന്നെ ആ അനുഗ്രഹമൊക്കെ ദൈവത്തിന്റെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു കലാരൂപം തന്നെയാണ്. ഓരോ അതായത് ഒരു പ്രദേശത്തിന്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെയോ ഒക്കെ ജീവിതകഥ പറയുന്ന ഒരു നാട്യനൃത്തമാണ്. അത്തരത്തിൽ അത് ഭംഗിയായി സ്റ്റേജിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെന്തായാലും എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ. ക്യാമറമാൻ സുമേഷ് മൊറായയ്ക്കൊപ്പം MC മിഥുൻ, ന്യൂസ് 18 കൊല്ലം. കത്തുന്ന ചൂടിൽ കലോത്സവത്തിന് എത്തുന്നവരുടെ മനസ്സും ശരീരവും തണുപ്പിച്ച് മഹിളാ കെയർ പ്രവർത്തകർ. പ്രധാന വേദിക്കരികിൽ മഹിളാ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു സൗജന്യ ജ്യൂസ് വിതരണം. സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്തെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. പൊള്ളുന്ന ചൂടിൽ കലോത്സവത്തിനെത്തുന്നവർക്ക് ജ്യൂസ് വിതരണം ചെയ്യുകയാണ് മഹിളാ കോൺഗ്രസ്. തണ്ണിമത്തൻ, പാൽ, പൈനാപ്പിൾ, കസ്കസ് എന്നിവ ചേർത്തുള്ള ജ്യൂസാണ് നൽകിയത്. കൗമാര കേരളത്തെ വരവേൽക്കുവാനായി ഒരുക്കങ്ങളിൽ ഞങ്ങളും പങ്കാളികളായിരുന്നു. നാടിന്റെ ഉത്സവമായി മറ്റൊരു കൊല്ലം പൂരമായി ഇത് മാറിയിരിക്കുകയാണ്. ഇവിടെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ശ്രീമതി അഡ്വക്കേറ്റ് ഫേബയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട ഭാരവാഹികൾ എല്ലാവരും ജ്യൂസ് കൊടുക്കുകയാണ്. ഈ കൊടും ചൂടിനെ അതിജീവിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾക്ക്, രക്ഷിതാക്കൾക്കും, ഒഫീഷ്യൽസും അടക്കം മുഴുവൻ പേർക്കും മഹിളാ കോൺഗ്രസിനാൽ കഴിയുന്നത്ര പരമാവധി ആളുകൾക്ക് ജ്യൂസ് കൊടുക്കുകയാണ്. മുഹബത്ത് കാ സർബത്ത് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. മഹിളാ കെയർ പദ്ധതിയുടെ ഭാഗമായാണ് സൗജന്യ ജ്യൂസ് വിതരണം. കലോത്സവം അവസാനിക്കും വരെയും ഇത് തുടരും. കലോത്സവത്തിന് ഈ പ്രാവശ്യം കൊല്ലം വേദിയാകുമ്പോൾ ആതിഥേയമൊരുക്കി ഞങ്ങൾ മഹിളാ കോൺഗ്രസ്സുകാരും അവർക്കൊപ്പമാണ്. ഞങ്ങൾ അവരുടെ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ സ്വീകരിക്കുന്നു. അവരെ ഇവിടുന്ന് വളരെ സന്തോഷത്തോടുകൂടി തന്നെ തണുത്ത വെള്ളം, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർന്ന ഈ വെള്ളം പാലിൽ കലക്കിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവർ വളരെ നല്ല റെസ്പോൺസാണ് നമുക്ക് തരുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര.
കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റന്നാൾ മുതൽ കമ്മീഷൻ വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ആദ്യം കമ്മീഷൻ എത്തുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കാരണം നിലവിലെ ലോക്സഭയുടെ കാലാവധി ഈ വർഷം ജൂൺ 16-നാണ് അവസാനിക്കുക. അതിനു മുമ്പായി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനായാണ് ഇപ്പോൾ ഏതായാലും ഒരുക്കങ്ങൾ കമ്മീഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ആദ്യ സന്ദർശനം തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമാണ്. തമിഴ്നാട്ടിൽ മറ്റന്നാൾ സന്ദർശനം ആരംഭിക്കും. 2 ദിവസം തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സന്ദർശനം നടത്തും. അതിനുശേഷമാണ് ആന്ധ്രാപ്രദേശിൽ 9, 10 തീയതികളിലാണ് ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ സന്ദർശിക്കുക. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടമായാണ് നടന്നിട്ടുള്ളത്. അതായത് ഏപ്രിൽ 11 ആരംഭിച്ച് മെയ് മാസത്തിൽ അവസാനിക്കുന്ന രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ. ഏതായാലും അതിനോട് ചേർന്ന് നിൽക്കുന്നൊരു ഷെഡ്യൂൾ ഒരുപക്ഷെ ഇത്തവണയും ഉണ്ടായേക്കാം. കാരണം ഏപ്രിൽ 11 2019 ഏപ്രിൽ 11 ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2ാം ഘട്ടത്തിലായിരുന്നു തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ്. അപ്പോൾ ആദ്യ 2 ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ 2019 ഷെഡ്യൂളിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഷെഡ്യൂൾ ഇത്തവണയും ഉണ്ടാകും. ഏതായാലും അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനുശേഷം തെരഞ്ഞെടുപ്പിലേക്ക് സർക്കാർ കടന്നേക്കുമെന്ന അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് മാർച്ച് ആദ്യവാരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. കാരണം 2019 മാർച്ച് 10-നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതെങ്കിൽ ഇത്തവണ ഏതാണ്ട് അതിനോട് ചേർന്ന് തന്നെ മാർച്ച് ആദ്യവാരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഏതായാലും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നടപടിക്രമങ്ങൾ കമ്മീഷൻ ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അയോധ്യ ഒരുങ്ങുന്നു. പ്രാൺപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുന്ന അയോധ്യയ്ക്ക് പഴുതടച്ച സുരക്ഷ. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയത്. കൂടാതെ വിവിധ സേനാ വിഭാഗങ്ങളും സുരക്ഷ ഒരുക്കും. രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി അയോധ്യ മാറുമ്പോൾ സുരക്ഷയ്ക്ക് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സുരക്ഷാ സംവിധാനം അയോധ്യയെ സൂക്ഷ്മ നിരീക്ഷണത്തിന് കീഴിലാക്കും. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടുകൂടിയുള്ള സുരക്ഷാ നടപടികൾ രാമക്ഷേത്രത്തിലും പരിസരത്തും ഏർപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. സംശയാസ്പദമായ നീക്കങ്ങൾ കണ്ടെത്താൻ AI സംവിധാനം സഹായിക്കും. ദർശനത്തിനെത്തുന്നവരെ പരിശോധനയ്ക്ക് ശേഷമാകും കടത്തിവിടുക. കേന്ദ്രസേനയെയും 11,000 പോലീസ് ഉദ്യോഗസ്ഥരെയുമാണ് ക്ഷേത്രത്തിലും പരിസരത്തുമായി വിന്യസിക്കുക. പ്രാൺപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പിന്നാലെ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിലാണ് സുരക്ഷ കടുപ്പിക്കുന്നത്. രാമക്ഷേത്രത്തിന് ഭീഷണിയുണ്ടെന്നും പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വിശദമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. BJPയിൽ അംഗത്വം സ്വീകരിച്ച ഓർത്തഡോക്സ് നിലയ്ക്കൽ ഭദ്രാസന കൗൺസിൽ സെക്രട്ടറി ഷൈജു കുര്യനെതിരെ നടപടി. ഷൈജു കുര്യനെതിരെ വിമർശനങ്ങളും ആരോപണങ്ങളും സഭയിൽ ഉയർന്ന പശ്ചാത്തലത്തിലാണ് സഭാ കൗൺസിൽ തീരുമാനമെടുത്തത്. സഭാ തർക്കത്തിൽ ശാശ്വതമായ പരിഹാരം പ്രതീക്ഷിക്കുന്നതായി യാക്കോബായ സഭ കോടതി വിധിയുടെ പരിധിക്കകത്ത് നിന്ന് പറ്റാവുന്നത് സർക്കാർ ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസമെന്ന് സഭാ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു. സഭയുടെ പള്ളികൾ നഷ്ടപ്പെടുന്ന സാഹചര്യം വീണ്ടും ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രസ്റ്റി ബിഷപ്പ് പറഞ്ഞു. മകരവിളക്ക് ഉത്സവത്തിന് ശബരിമല നട തുറന്നതിന് ശേഷമുള്ള എല്ലാ ദിവസവും ദർശനത്തിനെത്തിയത് 1,00,000-ലധികം തീർത്ഥാടകർ. ഇന്നുച്ചവരെയുള്ള കണക്ക് പ്രകാരം 40,000-ലധികം പേർ 18-ാം പടി കയറി. തിരക്കേറുന്ന സാഹചര്യത്തിൽ തീർത്ഥാടകർക്ക് സുരക്ഷയും സൗകര്യവും ഒരുക്കുന്നതിനുള്ള നടപടികൾ ഏകോപിപ്പിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസും. സജീവ് സി വാര്യർ തയ്യാറാക്കിയ സജീവ് ഏതായാലും വലിയ തിരക്ക് മകരവിളക്കുമായി ബന്ധപ്പെട്ടുണ്ട്. നേരത്തെ ഇത്രയധികം 1,00,000-ലധികമൊക്കെ ആളുകൾ വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ സന്നിധാനത്തുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ചുള്ള ഏതാണ്ട് ക്രമപ്പെടുത്തിയ ഒരു സംവിധാനമാണോ ഇപ്പോൾ?
രഞ്ജിത്ത് ശരിയായിട്ടും ഇപ്പോൾ ഒരു ക്രമപ്പെടുത്തിയ സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നു. മണ്ഡലകാലത്ത് കണ്ട പോലെയുള്ള കഷ്ടതകളോ ബുദ്ധിമുട്ടുകളോ ഇപ്പോൾ കാണാനില്ല. ഇപ്പോഴുള്ളത് ചില മേഖലയിൽ ശരണവഴികളിൽ ചെറിയ തടസ്സങ്ങൾ, അതായത് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓരോ ചെക്ക് പോയിന്റിലും നിർത്തുകയും അവരെ പിന്നീട് കടത്തിവിടുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് അല്പം മണിക്കൂറുകൾ കൂടി കൂടുതൽ നിന്നാൽ മാത്രമേ സന്നിധാനത്ത് എത്തൂ എന്നുള്ളത് മാത്രമാണ്. ശരണവഴികളിൽ രാവിലെ പമ്പയിൽ നിന്ന് പുറപ്പെട്ടാൽ വൈകുന്നേരമേ ഇവിടെ എത്തൂ എന്നുള്ളൊരു സാഹചര്യമുണ്ട്. കാരണം അത്രയധികം തീർത്ഥാടകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്, പ്രത്യേകിച്ചും കർണാടക, കർണാടക, ആന്ധ്രാപ്രദേശ്, അതുപോലെ തെലുങ്കാന, അതുപോലെ തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് കൂടുതലും എത്തുന്നത്. മലയാളികളെക്കാൾ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് എന്നതാണ് പ്രത്യേകത. അവരെല്ലാം തന്നെ രാവിലെ വന്ന് രാത്രി ഇവിടെ തങ്ങുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നിട്ട് പോലും തീർത്ഥാടകർ ഇവിടെ തങ്ങുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ മുതൽ 12 മണി വരെയുള്ള കണക്കുകളാണ് നമ്മൾ പറഞ്ഞത്. 40,000-ൽ പരം ആളുകൾ ഇപ്പോൾ 18-ാം പടി കയറി കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10,000-ഓളം പേർ ഇപ്പോൾ ഈ സമയത്തിനകം 18-ാം പടി ചവിട്ടി കഴിഞ്ഞിരിക്കുമെന്നാണ് നമുക്ക് ഊഹിക്കാവുന്നത്. ഏതായാലും 1,00,000-ൽ പരം ആളുകൾ ഇന്നും ശബരിമലയിൽ ദർശനം നടത്തും എന്ന് വ്യക്തമാണ്. അതേസമയം അരവണക്ഷാമം ഇപ്പോഴും തുടരുകയാണ്. 2 ടിൻ അരവണ മാത്രമാണ് ഒരാൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തീർത്ഥാടകർ ഇപ്പോൾ ചെയ്യുന്നത്, കൂടുതൽ പ്രസാദം വേണ്ട ആളുകൾ അരവണ വീണ്ടും ക്യൂ നിന്ന് വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യം ഉള്ളതിനാൽ കൂടുതൽ ആളുകൾ സന്നിധാനത്ത് തന്നെ തങ്ങുന്ന ഒരു അവസ്ഥയുമുണ്ട്. അതുകൊണ്ടാണ് തിരക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത്. ഇനി മകരവിളക്ക് ദർശനത്തിൻ്റെ സമയമാകുമ്പോഴേക്കും 10-ാം തീയതി ആകുമ്പോഴേക്കും കൂടുതൽ ആളുകളെ സന്നിധാനത്ത് നിന്ന് പെട്ടെന്ന് താഴേക്ക് ഇറക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി ആളുകൾ ഇവിടെ കാത്തിരിക്കുകയും മകരവിളക്ക് കാണാനായി സന്നിധാനത്ത് തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനാൽ പരമാവധി ആളുകളെ മലയിറക്കണം. ദർശനത്തിന് ശേഷം മലയിറക്കുക എന്നുള്ളതായിരിക്കും ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ പോലീസിൻ്റെയും ഒരു ശ്രമകരമായ ദൗത്യം. ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ സന്നിധാനത്ത് എന്നിട്ടും ഇപ്പോൾ ആളുകൾ 18-ാം പടി കയറി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, മകരവിളക്ക് ഉത്സവകാലത്ത് ഭക്ഷണ സാധനങ്ങൾക്ക് അമിതവില ഈടാക്കരുതെന്ന് ഹൈക്കോടതി. അമിതവില ഈടാക്കുന്ന ഉടമകൾക്കെതിരെ കർശന നടപടിയെടുക്കും. എരുമേലി, റാന്നി, പെരുന്നാട് ഗ്രാമപഞ്ചായത്തുകൾ നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനത്തിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ VP സുമതിയുടെ സ്ഥലമാറ്റത്തിന് സ്റ്റേ. 2 മാസത്തേക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥലമാറ്റം സ്റ്റേ ചെയ്തത്. DME നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമായിരുന്നു സ്ഥലമാറ്റം. വിശദീകരണം ചോദിക്കാതെയാണ് തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റിയത് എന്ന് VP സുമതി ട്രിബ്യൂണലിനെ അറിയിച്ചിരുന്നു. സ്ഥലമാറ്റം ലഭിച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയും ട്രിബ്യൂണലിൽ നിന്ന് സ്റ്റേ വാങ്ങിയിരുന്നു. തൃപ്പൂണിത്തുറയിൽ 10 വയസ്സുകാരന്റെ കാൽ തല്ലിയൊടിച്ച സംഭവത്തിൽ അറസ്റ്റ് വൈകുന്നതിനെതിരെ കുട്ടിയുടെ അമ്മ വിജയലക്ഷ്മി. പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനവും പണവും കാരണമാണ് അറസ്റ്റ് വൈകുന്നതെന്ന് വിജയലക്ഷ്മി പറഞ്ഞു. പ്രതിക്കെതിരെ ചുമത്തിയത് നിസാര വകുപ്പുകൾ മാത്രമാണെന്നും മരട് പോലീസിന്റെ ഒത്തുകളി അവസാനിപ്പിക്കണമെന്നും അമ്മ പറഞ്ഞു. തന്റെ മകൻ ഇപ്പോഴും വേദന അനുഭവിച്ച് കിടക്കുകയാണ്. അവന് നീതി ലഭിക്കണമെന്നും വിജയലക്ഷ്മി ന്യൂസ് 18നോട് പറഞ്ഞു. നവംബർ 31-ാം തീയതി വൈകിട്ടോടുകൂടി എൻ്റെ മോൻ്റെ കാല് ഞങ്ങളുടെ അയൽവാസിയായ പി ബാലൻ എന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല, മനുഷ്യമൃഗമെന്ന് ഞാൻ പറയുന്നത്. അയാൾ എൻ്റെ മോൻ്റെ കാല് തല്ലി ഓടിച്ചിട്ട് ഇന്ന് 5 ദിവസമായി. അയാളുടെ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും പണത്തിൻ്റെയും അതുകൊണ്ട് തന്നെ അയാൾ ഇത്രയും ദിവസമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിൽ കരിങ്കൊടി കാണിച്ച്, മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പിടിച്ച് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടുന്നുണ്ട്. ഈ കുഞ്ഞിൻ്റെ കാലിങ്ങനെ തല്ലി ഒടിച്ചിട്ട് നിസ്സാര കേസ് 324 വകുപ്പാണ് എടുത്തേക്കുന്നത്. അയാൾ ഇപ്പോഴും വീട്ടിൽ സുഖിച്ചിരിക്കുമ്പോഴത്തേക്കും ഭാര്യയും മക്കളോട്ട് സുഖിച്ചിരിക്കുക. എൻ്റെ മോൻ ഇവിടെ കിടന്ന് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കും. നാളെ ഒരു കുഞ്ഞിന് ഇങ്ങനത്തെ ഒരു ഗതി ഉണ്ടാകും. മരട് പോലീസിൻ്റെ ഒത്തുകളി അവസാനിപ്പിച്ചിട്ട് എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേസുകൾ തീർപ്പാക്കുന്നതിൽ മാതൃകയായി കേരള ഹൈക്കോടതി. 2023 ഫയൽ ചെയ്ത 1 ലക്ഷത്തോളം കേസുകളിൽ 86,700 കേസുകൾ തീർപ്പാക്കി. 88% കേസുകളാണ് തീർപ്പാക്കിയത്. കേസുകൾ തീർപ്പാക്കുന്നതിൽ മദ്രാസ് ഹൈക്കോടതിയോടൊപ്പം നേട്ടം കൈവരിച്ചു. കോടതിയെ പേപ്പർ രഹിതമാക്കുന്നതിലും കേരള ഹൈക്കോടതി മുന്നിലാണ്.
ആലപ്പുഴ നൂറിനാട് പോലീസിനെതിരെ CPM ചാരമൂട് ഏരിയ കമ്മിറ്റി. യുവാവിനെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് ആരോപണം. നൂറിനാട് മണ്ണെടുപ്പിനെതിരായ സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകരെ മർദ്ദിച്ച നടപടിയടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഏരിയ സെക്രട്ടറി B. ബിനുവിന്റെ വിമർശനം. നൂറിനാട് മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത അരുൺകുമാർ MLA എന്നിവരുൾപ്പെടെയുള്ള സമരസമിതി പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയതിനു പിന്നാലെയാണ് ഇപ്പോൾ യുവാക്കൾക്കെതിരെ കള്ളക്കേസെടുത്ത സംഭവവും ചർച്ചയാകുന്നത്. പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന സർക്കാർ നയം നിലനിൽക്കുമ്പോഴും നൂറിനാട് സംഭവിക്കുന്നത് തികച്ചും വിരുദ്ധമായാണെന്ന് CPM ഏരിയ നേതൃത്വം തുറന്നടിക്കുന്നു. സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമായാണ് നൂറിനാട്ടെ പോലീസ് മുന്നോട്ടു പോകുന്നതെന്നും CPM ഏരിയ സെക്രട്ടറി B. ബിനു പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പോലീസ് നയത്തിന് തികച്ചും വിരുദ്ധമായ സമീപനമാണ് ഇത് എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പോലീസിലെ ക്രിമിനലുകളെ പിരിച്ചുവിടുന്നതടക്കമുള്ള ഏറ്റവും ധീരമായ നിലപാട് സ്വീകരിച്ച ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. നൂറിനാട് പോലീസ് കൃത്രിമ തെളിവുണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഓടിപ്പോയ ചെറുപ്പക്കാരുടെ വാഹനങ്ങൾ കൂട്ടിയിട്ട് തകർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അത്തരം സമീപനം, വ്യാജ തെളിവുണ്ടാക്കി കേസുകൾ ചാർജ് ചെയ്യുക എന്ന സമീപനം ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നതല്ല. പുതുവർഷ ദിവസം കറ്റാനം തെക്കോട്ടുതുരുത്തിയിൽ ദേവീക്ഷേത്രത്തിന് സമീപം പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘം പ്രദേശത്തെ വാഹനങ്ങൾ തകർത്ത ശേഷം യുവാവിനെ കള്ളക്കേസിൽപ്പെടുത്തിയ സംഭവത്തിലാണ് സ്വന്തം സർക്കാരിന്റെ വകുപ്പിനെതിരെ CPMന്റെ വിമർശനം. ക്ഷേത്രത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ പോലീസുകാർ ചേർന്ന് തകർത്ത ശേഷമാണ് കറ്റാനം സ്വദേശി സാലു സജിക്കെതിരെ കേസെടുത്തത്. കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി വ്യാജ FIR രജിസ്റ്റർ ചെയ്താണ് കേസെടുത്തതെന്ന് ദൃശ്യങ്ങളിലൂടെ വ്യക്തമായതായും ഏരിയ സെക്രട്ടറി B. ബിനു പറഞ്ഞു. അതേസമയം വാഹനങ്ങൾ തകർത്ത കേസിൽ നിരപരാധിയായ തന്നെ പ്രതിയാക്കിയെന്നാരോപിച്ച് സാലു സജിയും നൂറിനാട് പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. കേസിൽ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം DYFIയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകളിൽ ED അന്വേഷണം മുറുകുന്നു. കരുവന്നൂരിന് പിന്നാലെ കോൺഗ്രസ് നിയന്ത്രണത്തിലുണ്ടായിരുന്ന തൃശൂരിൽ തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് ക്രമക്കേടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വ്യാജ ആധാരം ഈടായി നൽകി ബാങ്ക് ഭരണസമിതിയുടെ സഹായത്തോടെ 3.5 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നാണ് EDയുടെ കണ്ടെത്തൽ. നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണ് തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കാലത്താണ് ബാങ്കിൽ വിവിധ തലത്തിലുള്ള ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. മുൻ ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് പ്രാദേശിക നേതാവുമായ ജോണി കാച്ചപ്പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു ഭരണസമിതി അന്ന്. തുമ്പൂർ സർവീസ് സഹകരണ സഹകാരിയായ അൻവറാണ് തട്ടിപ്പിനെതിരെ പരാതി നൽകിയത്. തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കരുവന്നൂർ മാതൃകയിലുള്ള തട്ടിപ്പ് പുറത്തുവന്നു. കൊറ്റനല്ലൂർ വില്ലേജിലെ 116/2 സർവേ നമ്പറിലുള്ള ഭൂമി ഈടായി കാണിച്ച് ബാങ്കിൽ നിന്ന് 7 പേരുടെ പേരിൽ 1,70,00,000 രൂപ 2017 ലോൺ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ വായ്പയ്ക്ക് ഈടായി വെച്ചത് റജി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ്. ഭൂവുടമ അറിയാതെ ഭൂമി ഈടായി നൽകാൻ ബാങ്ക് ഭരണസമിതി അംഗവും വേളൂക്കര പഞ്ചായത്ത് അംഗവുമായ യൂസഫ് കൊടകരപ്പറമ്പിലാണ് വസ്തുനോട്ട റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോടികൾ വായ്പ അനുവദിച്ചത്. ഭൂമി താൻ അറിയാതെ മറ്റു ചിലർ പണയപ്പെടുത്തിയെന്ന് മനസ്സിലായതോടെ റജി കൊടകര മജിസ്ട്രേറ്റ് കോടതിയിൽ ബാങ്ക് ഭരണസമിതിക്കെതിരെ പരാതി നൽകി. സമാനമായ നിരവധി വായ്പാ ക്രമക്കേടുകൾ ബാങ്കിൽ നടന്നെന്നാണ് ED വ്യക്തമാക്കുന്നത്. 7 പേരെ പ്രതിയാക്കി ആളൂർ പോലീസ് എടുത്ത FIRന്റെ അടിസ്ഥാനത്തിലാണ് ED നടപടി. കേസിൽ മുൻ ഭരണസമിതി അംഗങ്ങളടക്കമുള്ളവരെ ED ചോദ്യം ചെയ്യും. 2024 ആദ്യ കേസായാണ് തുമ്പൂർ സഹകരണ ബാങ്കിന്റെ ക്രമക്കേടിൽ ECIR. ന്യൂസ് 18 കൊച്ചി. വയനാട്ടിൽ കർഷകൻ ആത്മഹത്യ ചെയ്ത അത് കടബാധിത മൂലമെന്ന് ബന്ധുക്കൾ. ഇടവക പള്ളിയറ അനിലിനെയാണ് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവിധ ബാങ്കുകളായി അനിലിന് 3 ലക്ഷത്തിലധികം രൂപയുടെ കടബാധ്യതയുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ അനിലിനെ ഉടനെ വയനാട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൃഷിനാശം മൂലവും കടബാധ്യത മൂലവും അനിൽ മനോവിഷമത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇദ്ദേഹം നെൽകൃഷിയുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു. വിളവെടുത്ത് ഇന്നലെ നെല്ല് വിറ്റു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നെല്ല് വിറ്റിട്ട് ഇദ്ദേഹം പ്രതീക്ഷിച്ച വിളവോ വിലയോ കിട്ടാത്തത് കൊണ്ട് ഒരുപാട് മാനസിക പ്രശ്നത്തിലായിരുന്നു. ഇദ്ദേഹം ഒരു ഫുൾ ടൈം കർഷകനും ഒരു ക്ഷീരകർഷകനും കൂടിയാണ്.
അപ്പം രണ്ട് ബാങ്കുകളിൽ നിന്നായി ഏകദേശം 4 ലക്ഷം രൂപയോളം കടമുണ്ട് എന്ന് പറയുന്നു. ഒപ്പം പിന്നെ കൃഷിക്കുമായി വാങ്ങിയ നാട്ടുമ്പുറത്ത് നിന്ന് വാങ്ങിയ കടവുണ്ട് എന്നാണ് പറയാൻ കഴിഞ്ഞത്. ഏകദേശം 5 ലക്ഷത്തോളം രൂപ കടവുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നെല്ലും വാഴയും കൃഷി ചെയ്യുന്ന അനിലിന് കഴിഞ്ഞ വർഷങ്ങളിൽ മഴക്കെടുതി മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത്. തുടർന്ന് വായ്പകൾ തിരിച്ചടയ്ക്കുവാൻ കർഷകന് സാധിച്ചില്ല. ബാധ്യത മൂലം വയനാട്ടിൽ വർദ്ധിച്ചു വരുന്ന കർഷകാത്മഹത്യയ്ക്ക് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് വിവിധ കർഷക സംഘടനകളുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. നവീകരിച്ച മൂന്നാർ ബോഡിമെട്ട് പാതയുടെ ഉദ്ഘാടനം ഇന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി നിർവഹിക്കും. കേന്ദ്രമന്ത്രിയുടെ അസൗകര്യം മൂലം 3 തവണ മാറ്റിവെച്ച ഉദ്ഘാടനമാണ് ഒടുവിൽ ഓൺലൈനായി നടക്കുന്നത്. ചെരുവുകൾക്കിടയിലൂടെ കടന്നുപോകുന്ന പാതയുടെ മനോഹാരിത സമൂഹമാധ്യമങ്ങളിൽ തരംഗമാണ്. മൂന്നാറിലെ ചടങ്ങിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എത്തുമെന്നാണ് മുൻപ് അറിയിച്ചിരുന്നതെങ്കിലും നിലവിൽ ഓൺലൈനായാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുക. ഇന്ന് വൈകിട്ട് 4-ന് മൂന്നാർ കായിക മൈതാനത്ത് ഉദ്ഘാടന യോഗം നടക്കും. നവീകരിച്ച ദേശീയപാതയുടെ ഉദ്ഘാടനത്തിനോടൊപ്പം ചെറുതോണി പാലത്തിന്റെ ഉദ്ഘാടനവും ഓൺലൈനായി കേന്ദ്രമന്ത്രി നിർവഹിക്കും. മുണ്ടക്കയം കുമളി പദ്ധതിയുടെ വികസനവും ഇതേ തുടർന്ന് നടക്കാനിരിക്കുക. നമ്മുടെ ജില്ലയിൽ ദേശീയപാത വികസനവുമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളുടെയും ഒരു നിർണായകമായ ഘട്ടം എന്നുള്ള നിലയിൽ ഈ പദ്ധതികളുടെ പൂർത്തീകരണത്തെ കാണുന്നു. 2017 സെപ്റ്റംബറിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള 42 കിലോമീറ്റർ ഭാഗത്തെ നവീകരണം ആരംഭിച്ചത്. 381.76 കോടി രൂപ ചെലവിട്ടാണ് 15 മീറ്റർ വീതിയിൽ റോഡ് പുനർനിർമ്മിച്ചത്. ദേശീയപാതയുടെ ഭാഗമായി ടോൾ പ്ലാസ ദേവികുളം ലക്കാടിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5775, പവന് 46,200, വെള്ളി ഗ്രാമിന് 78, കിലോയ്ക്ക് 78,000, പ്ലാറ്റിനം ഗ്രാമിന് 3588. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. കാണികൾക്ക് കൗതുകമായി ഇരിങ്ങാലക്കുടയിൽ ജപ്പാൻ വനിതയുടെ നങ്ങ്യാർകൂത്ത്. മാധവ നാട്യഭൂമിയിൽ നടന്ന കൂടിയാട്ട കലോത്സവത്തിലാണ് നങ്ങ്യാർകൂത്ത് അരങ്ങേറിയത്. മിച്ചിക്കോ ഓനോ എന്ന ജപ്പാൻ വനിതയാണ് പൂതന മോക്ഷം അവതരിപ്പിച്ചത്. ഈ റിപ്പോർട്ടോടെ വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. അരങ്ങേറ്റം കൊണ്ട് ഇരിങ്ങാലക്കുടക്കാരുടെ മനം കവർന്നിരിക്കുകയാണ് ഈ ജപ്പാൻ വനിത. കേരളീയ കലകളിലുള്ള താല്പര്യം കൊണ്ട് കഴിഞ്ഞ 6-7 വർഷമായി കൃത്യമായ ഇടവേളകളിൽ ഇരിങ്ങാലക്കുടയിലെത്തിയാണ് നങ്ങ്യാർകൂത്ത് അഭ്യസിച്ചത്. അതേ മണ്ണിൽ തന്നെയായിരുന്നു കാണികളെ ത്രില്ലടിപ്പിച്ച മിച്ചിക്കോയുടെ അരങ്ങേറ്റവും. പന്ത്രണ്ട് ദിവസങ്ങളായി ഇരിങ്ങാലക്കുട അമ്മന്നൂർ ഗുരുകുലത്തിലെ മാധവ നാട്യഭൂമിയിൽ നടക്കുന്ന കൂടിയാട്ട മഹോത്സവത്തിലായിരുന്നു മിച്ചിക്കോയുടെ നങ്ങ്യാർകൂത്ത് അവതരണം. പൂതനാമോക്ഷമാണ് അരങ്ങേറ്റത്തിനായി തെരഞ്ഞെടുത്തത്. നങ്ങ്യാർകൂത്ത് കലാകാരി സരിത കൃഷ്ണകുമാറിന്റെ ശിഷ്യയാണ് ജപ്പാൻ വനിതയായ മിച്ചിക്കോ. കേരളത്തിന്റെ തനതു കലകളിൽ വിദേശീയർക്കുള്ള താല്പര്യം എന്നും പ്രകടമാണ്. കലാരംഗത്തേക്ക് കടന്നുവരുവാൻ മറ്റുള്ളവർക്കുള്ള പ്രചോദനം കൂടിയാണ് മിച്ചിക്കോയുടെ ഈ അരങ്ങേറ്റം. ന്യൂസ് 18 തൃശൂർ. ഈ പരിപാടി നൽകണം.